ഇനി ഞാൻ വന്നേക്കുന്നത് ബേക്കറി സ്റ്റൈലിലൊരു എഗ് പപ്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതുണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ എണ്ണയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതും ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും ചേർത്തൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊന്ന് മാറിക്കിട്ടുന്നവരെ നന്നായി ഇളക്കുക. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കരിവേപ്പില ചേർത്ത് വീണ്ടും നന്നായി ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 സവാള ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തൊന്ന് നന്നായി വഴറ്റിയെടുക്കുക. ഞാനിവിടെ 8 പപ്സിനുള്ള മസാലയാണ് ഉണ്ടാക്കുന്നത്. അതിനാണ് 2 സവാള ചേർത്തത്. ഇത് വഴറ്റുന്നതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 4 മുട്ട ഒന്ന് പുഴുങ്ങാനായിട്ട് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കുക. ഇപ്പോൾ ഇത് ഏകദേശം വഴന്നു വന്നിട്ട് നമുക്കിതിലേക്ക് ബാക്കി മസാലകൾ ചേർക്കാം. അതിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പൊടികളുടെ അളവിൽ വ്യത്യാസം വരുത്താവുന്നതാണ്. ഞാനിവിടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടതാണ് മസാല കുറച്ച് ചേർക്കുന്നത്. ഇതെല്ലാം ചേർത്ത് ആ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കാം. ടൊമാറ്റോ സോസിന് പകരമായിട്ട് തക്കാളി അരിഞ്ഞതും ചേർക്കാവുന്നതാണ്. എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കിയെടുക്കുക. പപ്സിനായിട്ടുള്ള മസാലയും മുട്ട പുഴുങ്ങിയതും റെഡിയായിട്ടുണ്ട്. ഇനി ഞാൻ പപ്സ് ഉണ്ടാക്കുന്നത് നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന പേസ്ട്രി ഷീറ്റ് ഉപയോഗിച്ചാണ്. ഞാനിവിടെ 2 ഷീറ്റാണ് എടുത്തേക്കുന്നത്. ഇത് ഉണ്ടാക്കുന്നതിന് 2-3 മണിക്കൂർ മുമ്പ് ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചു. അങ്ങനെ നോർമൽ ടെമ്പറേച്ചറിലാക്കിയാൽ നല്ല പഫി ആയിട്ട് വരികയുള്ളൂ. അപ്പോൾ ഇത് 8ആയിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കാം. ഇങ്ങനെയൊന്ന് മുറിച്ച ശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന മസാല ഒന്ന് ഇട്ട് കൊടുക്കുക. മസാലയുടെ മുകളിലായിട്ട് നമ്മൾ പുഴുങ്ങി വെച്ചേക്കുന്ന മുട്ട പകുതിയായി മുറിച്ചതും കൂടി ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ 4 വശവും ഒന്ന് മടക്കി കൊടുത്തിട്ട് ബേക്കിംഗ് ട്രേയിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാം മടക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ മുകളിലായിട്ട് മുട്ടയൊന്ന് അടിച്ചത് ഒന്ന് തേച്ച് കൊടുക്കുക. ഇങ്ങനെ തേക്കുമ്പം പപ്സ് നല്ല മൊരിഞ്ഞ് വരാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. പപ്സ് ഓവനാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഓവൻ ഒരു 15 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചു. എന്നിട്ട് ഈ പപ്സ് എടുത്ത് അതിലേക്ക് വെച്ച് 150 ഡിഗ്രിയിൽ 15 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ എൻ്റെ പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പുറത്തേക്ക് എടുക്കാം. അങ്ങനെ ബേക്കറിയിലൊക്കെ കിട്ടുന്ന പോലത്തെയുള്ള നല്ല മുരിഞ്ഞ പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റു വീഡിയോയുമായി കണ്ടുമുട്ടാം.